ഹായ് ഫ്രണ്ട്സ്, +2 എക്കണോമിക്സ് എക്സാമാണ് നാളെ. കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഉള്ള എക്സാമാണ്. മാത്രമല്ല സെക്കൻഡ് ഇയറിനെ സംബന്ധിച്ചിടത്തോളം എക്കണോമിക്സ് കുറച്ച് ശ്രദ്ധിക്കേണ്ട പേപ്പർ തന്നെയാണ്. ഹയർ സ്റ്റഡീസിൻ്റെ കാര്യത്തിലാവട്ടെ മാർക്സ് എല്ലാത്തിലും, അതായത് നമ്മളൊരു ഹയർ സ്റ്റഡീസ് മാർക്ക് പരിഗണിക്കുമ്പോഴും എൻട്രൻസിന് പോകുമ്പോഴും ഒക്കെ എക്കണോമിക്സ് ഒരു മെയിൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായും ഈ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഒന്ന് നോക്കാവുന്നതാണ്. മുൻവർഷങ്ങളിലൊക്കെ ഇത് മാത്രം പഠിച്ചാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ വർഷം എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, എങ്ങനെയാണ് വരിക എന്നറിയില്ല. എങ്കിലും ഈ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓർക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിളായി എക്സാം എഴുതിയിട്ട് തിരിച്ചു വരും. അതായത് ഒരിക്കലും ഫെയിലാവും, പരാജയപ്പെടും നിങ്ങൾ പേടിക്കേണ്ടി വരില്ല. ഇതേ ക്വസ്റ്റ്യൻസ് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇതന്നെ ചിലപ്പോൾ വന്നേക്കാം. ഇത് മാറ്റിയിട്ട്, അതായത് വ്യത്യസ്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് മാറ്റിയിട്ട് വന്നേക്കാം. ആൻസർ സെയിം ആയേക്കാം. +2 എക്കണോമിക്സിൻ്റെ പ്രധാന പ്രത്യേകത, ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, പക്ഷേ ആൻസർ സിമ്പിളാണ്. 2-3 തവണ ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുക, നിങ്ങൾക്ക് ഫെമിലിയറായ ബുക്കിലുള്ള ആൻസർ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ചില ക്വസ്റ്റ്യൻസിൽ അതിനോട് കണക്ട് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ അത് തന്നെ ആയിരിക്കാം വരുന്നത്. ചിലത് എനിക്ക് ഉറപ്പിച്ച് പറയാനും പറ്റും. എന്തായാലും നമുക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാവുന്നതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങളുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് കേൾക്കണേ കുട്ടികളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ് മൈനസ് നെറ്റ് ഇൻട്രസ്റ്റ് ലയബിലിറ്റി. ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ചിട്ട് തന്നെ നോക്കുക കേട്ടോ. അതിൻ്റെ ആൻസറായിട്ട് വരുന്ന പ്രൈമറി ഡെഫിസിറ്റാണ്. ഇപ്പോൾ ഇവിടെ പ്രൈമറി ഡെഫിസിറ്റാണ് ചോദിച്ചത്. ഇവിടെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ചാപ്റ്റർ എടുത്തിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈമറി ഡെഫിസിറ്റ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, ഇങ്ങനെയുള്ള കുറേ ഇക്വേഷൻസ് ആ ഏരിയയിലുണ്ട്. അതിൽ നിന്ന് 100% ഷുവറായി വരുമെന്ന് എനിക്ക് പറയാൻ വേണ്ടി പറ്റും. ചിലപ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയേക്കാം, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യാൻ തന്നെ ചോദിച്ചേക്കാം. പ്രോബ്ലം ചെയ്യാൻ ചോദിച്ചാലും ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ വാല്യൂ അവിടെ തന്നിട്ടുണ്ടാവും. ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അവിടെ ഇടുക, സോൾവ് ചെയ്യുക, അത്രയേ വേണ്ടു. അപ്പോൾ ഈ ഗ്രോസ് ഫിസിക്കൽ ഡെഫിസിറ്റ്, പ്രൈമറി ഡെഫിസിറ്റ്, റവന്യൂ ഡെഫിസിറ്റ്, ഇങ്ങനെയുള്ള ഇക്വേഷൻസ് നിർബന്ധമായും പഠിക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രൈമറി ഡെഫിസിറ്റാണ്. പിന്നെ ഷേപ്പ് ഓഫ് എൻ AFC, ആവറേജ് ഫിക്സഡ് കോസ്റ്റ് കർവിൻ്റെ ഷേപ്പ് റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പാണ്. പക്ഷേ ഓർക്കുക, ഈ ഷേപ്പ് തന്നെ ചോദിക്കണമെന്നില്ല. AC കർവിൻ്റെ ഷേപ്പ് ചോദിക്കാം, MC കർവിൻ്റെ ഷേപ്പ് ചോദിക്കാം, TR കർവിൻ്റെ ഷേപ്പ് ചോദിക്കാം. ഇങ്ങനെയുള്ള, അതായത് ഇപ്പോൾ MR കർവിൻ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റിൽ മാർജിൻ റവന്യൂ കർവിൻ്റെ ഷേപ്പ് ചോദിച്ചേക്കാം. അപ്പോൾ ഈ ഷേപ്പൊക്കെ ഓർത്ത് വെക്കുക. MC കർവ്, AC കർവ് ഒക്കെ U ഷേപ്പാണ്. AFC കർവ് റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പാണ്. അതുപോലെ PPCയുടെ, നോർമൽ PPCയുടെ ഷേപ്പ് എന്താണ്? കോൺകേവ് ഷേപ്പാണ്. എന്നാൽ ചില സിറ്റുവേഷനിൽ MOC മാറുന്നതിനനുസരിച്ച് ഷേപ്പ് മാറിയേക്കാം. നോർമൽ ഷേപ്പാണ് കോൺകേവ് ഷേപ്പ്. അതുപോലെ ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് കോൺവെക്സ് ഷേപ്പാണ്. ഇതുപോലെ ഗ്രാഫിൻ്റെ ഷേപ്പൊക്കെ പഠിച്ച് വെക്കണം കേട്ടോ. അതുപോലെ TVC, TC കർവിൻ്റെ ഷേപ്പ് ഇൻവേർട്ടഡ് S ഷേപ്പാണ്. S ഷേപ്പിന് ഇൻവേർട്ടഡ് S തിരിച്ചിട്ട പോലെയാണ് ഏത്? TC കർവും TVC കർവും. അതുപോലെ അപ്പോൾ TFC കർവ് എന്താ? TFC കർവ് സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു X ആക്സിസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്രാഫിൻ്റെ ഷേപ്പൊക്കെ പഠിച്ച് വെക്കുക. ഇവിടെ AFC റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പാണ് യൂസ് ചെയ്ത് ചോദിച്ചിരിക്കുന്നത് എന്നേ ഉള്ളൂ. എനിക്ക് സ്പീഡിൽ പറഞ്ഞേ പറ്റും, അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് നീണ്ടുപോകും, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ, ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ബൈ പ്രൊഡ്യൂസേഴ്സ് ആസ് എൻ ഇൻപുട്ടായിട്ട് ഉൽപ്പാദകൻ ഉപയോഗിക്കുന്ന, അതായത് ഉൽപ്പാദകൻ ഇൻപുട്ടായി ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരെന്താണ് എന്ന്. സാധാരണ നമ്മൾ പറയുന്നത് അസംസ്കൃത വസ്തുക്കൾ, അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറയും അല്ലേ. ഇവിടെ ഫൈനൽ ഗുഡ്, കൺസ്യൂമർ ഗുഡ്, ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്നൊക്കെയാണ് ഓപ്ഷൻ. അപ്പോൾ ഇവിടെ ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. അന്തരാള ഉൽപ്പന്നങ്ങളല്ലേ, അന്തരാള വസ്തുക്കൾ എന്ന രീതിയിലാണ് മലയാളത്തിൽ ആ വസ്തു പറയുക. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഗുഡ്സ്, മലയാളം അന്തരാള സാധനങ്ങൾ അല്ലെങ്കിൽ അന്തരാള വസ്തുക്കൾ എന്ന് പറയും. നാലാമത്തെ ക്വസ്റ്റ്യൻ, വെൻ ഇൻകം ഇൻക്രീസ് ദ ബജറ്റ് ലൈൻ ഷിഫ്റ്റ് ടുവേഴ്സ്. വരുമാനം വർദ്ധിക്കുമ്പോൾ ബജറ്റ് ലൈൻ എങ്ങോട്ടാണ് ഷിഫ്റ്റ് ആവുക? വലതുവശത്തേക്ക് ഷിഫ്റ്റ് ആവും. വരുമാനം വർദ്ധിച്ചാൽ കുറഞ്ഞാൽ ഇടതുവശത്തേക്ക് ഷിഫ്റ്റ് ആവും. ഓക്കെ. അതുപോലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ പോയിൻ്റ് ഓൺ വിച്ച് എ ഫേം ഏൺ ഓൺലി നോർമൽ പ്രോഫിറ്റ് ഇൻ ദ ഷോർട്ട് റൺ. ഷോർട്ട് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന പോയിൻ്റ് ബ്രേക്ക് ഈവൺ പോയിൻ്റ്. ആ ബ്രേക്ക് ഈവൺ പോയിൻറ്റിൽ നമ്മൾ വേറെ ഒരു ഇക്വേഷൻ പറയുകയാണ്, TR = TC. ടോട്ടൽ റവന്യൂ ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിൻറ്റ് ബ്രേക്ക് ഈവൺ പോയിൻറ്റ്. അതുപോലെ തന്നെ ഷോർട്ട് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന പോയിൻറ്റും ബ്രേക്ക് ഈവൺ പോയിൻറ്റ് എന്നാണ് പറയുക. ഓക്കെ. അതുപോലെ വാൺ സാറ്റിസ്ഫൈയിങ് പവർ ഓഫ് എ കമ്മോഡിറ്റി. ഒരു സാധനത്തിൻ്റെ ഒരു വ്യക്തിയുടെ ആവശ്യത്തെ തൃപ്തിപ്പെടുത്താനുള്ള കഴിവിന് ഉപയുക്തത അല്ലെങ്കിൽ യൂട്ടിലിറ്റി എന്ന് പറയും.
ഇത് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ക്വസ്റ്റ്യൻ തെറ്റിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇതേ ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. അപ്പോൾ വൺ സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ കമോഡിറ്റി യൂട്ടിലിറ്റിയാണ്. അതുപോലെ 7ാമത്തെ ക്വസ്റ്റ്യൻ കറൻസി ഹെൽഡ് ബൈ പബ്ലിക് പ്ലസ് ഡെപ്പോസിറ്റ്. അതായത് ഇവിടെ വന്നിരിക്കുന്ന M1 ആണ്, അതായത് സപ്ലൈ ഓഫ് മണി. നിങ്ങൾ ഈ M1 മാത്രമല്ല, ഇവിടെ M1, M2, M3, M4 4 പഠിച്ചിരിക്കണം. ഇതിലൊന്ന് അല്ലെങ്കിൽ ഇത് മൊത്തമായി എഴുതുക. 2013 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊരു essay ആയിരുന്നു കേട്ടോ. സപ്ലൈ ഓഫ് മണി ഒരു essay ആയിരുന്നു. അപ്പോൾ മാക്രോ എക്കണോമിക്സ് 3ാമത്തെ ചാപ്റ്റർ നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ്, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ M1 ആണ് ചോദിച്ചത്. CU + DD എന്ന് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കറൻസി ഹെൽഡ് ബൈ പബ്ലിക് പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ് DD എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 7ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ M1 ആണ്. അതുപോലെ തന്നെ ദ ഇയർ ഇൻ വിച്ച് JM കെയ്ൻസ് പബ്ലിഷ് ഇൻ ഹിസ് ബുക്ക് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി 1936 നമുക്കറിയാം. ഇത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കുന്നത് 36 പബ്ലിഷ് ചെയ്ത കെയ്ൻസിൻ്റെ ബുക്കിൻ്റെ പേരായിരിക്കും ചോദിക്കും. അപ്പോൾ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് മണി എന്നുള്ള ആ ബുക്കിൻ്റെ പേര് പഠിക്കും. ഇവിടുന്ന് ഈ ക്വസ്റ്റ്യൻ പല വിധത്തിൽ വരാം. ഈ വർഷം ഇവിടെ ചോദിച്ചു 1936, ചിലപ്പോൾ ബുക്കിൻ്റെ പേര് ചോദിക്കാം. അല്ലെങ്കിൽ ഫാദർ ഓഫ് മോഡേൺ മാക്രോ ഇക്കണോമിക്സിൻ്റെ പിതാവ് ആരാണെന്നുള്ള രീതിയിൽ ചോദിച്ചേക്കാം. ഇക്കണോമിക്സിൻ്റെ പിതാവും ചോദിക്കുമ്പോൾ ആഡം സ്മിത്താണ്. മാക്രോ ഇക്കണോമിക്സിനെ ചോദിക്കുമ്പോഴാണ് JM കെയ്ൻസ് എഴുതേണ്ടത്. ഇങ്ങനെ പലതരത്തിൽ തിരിച്ചും മറിച്ചും ചോദിച്ചേക്കാം കേട്ടോ. അതുപോലെ തന്നെ 9ാമത്തേത് ദ കൺസംഷൻ ദാറ്റ് ടേക്ക് പ്ലേസ് വെൻ ഇൻകം ഈസ് 0 ഇറ്റ് ഈസ് കോൾഡ്. ഇൻകം 0 ആണെങ്കിലും കൺസംഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുക. സ്വതന്ത്ര ഉപഭോഗം അല്ലേ, ഓട്ടോണമസ് കൺസംഷൻ. ഇൻഡ്യൂസ്ഡ് കൺസംഷൻ എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻകവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് മാറ്റം വരുന്നത് ഇൻഡ്യൂസ്ഡ്. അല്ലാതെ നമ്മൾ C- അല്ലെ സീൻ്റെ തലപ്പത്തൊരു ഹൈഫൺ ഇട്ടിട്ടൊക്കെ എഴുതി പഠിച്ചിട്ടില്ലേ നിങ്ങൾ, ഓട്ടോണമസ് കൺസംഷൻ. അതുപോലെ തന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് എ ഫ്ലോ വേരിയബിൾ. സ്റ്റോക്ക് ആൻഡ് ഫ്ലോ, മാക്രോ ഇക്കണോമിക്സ് 2nd ചാപ്റ്ററിൽ സ്റ്റോക്ക് ആൻഡ് ഫ്ലോ എന്താണ്, പോയിൻ്റ് ഓഫ് ടൈം, പീരീഡ് ഓഫ് ടൈം എന്നുള്ളത് വളരെ പ്രധാനമായിട്ട് പഠിച്ചോളൂ. അതിൻ്റെ കുറേ എക്സാമ്പിൾസ് പഠിച്ച് വെച്ചോളൂ. അത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ ആൻസർ വരുന്നത് GDP ആണ്. അതായത് പീരീഡ് ഓഫ് ടൈം, ഒരു കാലം GDP എന്ന് പറഞ്ഞാൽ ഒരു വർഷം എടുത്തിട്ട് നമ്മൾ മെഷർ ചെയ്യുന്നതാണ്. ബാക്കിയെല്ലാം ഇവിടെ സ്റ്റോക്ക് വേരിയബിളാണ്. ക്യാപിറ്റൽ, ഡിമാൻഡ് ഫോർ മണി, സപ്ലൈ ഓഫ് മണി എല്ലാം സ്റ്റോക്ക് വേരിയബിളാണ്. ഫ്ലോ വേരിയബിളായിട്ട് പറയുന്നത് GDP ആണ്. അപ്പം സ്റ്റോക്ക് ആൻഡ് ഫ്ലോൻ്റെ എക്സാമ്പിൾ ചോദിക്കുമ്പോൾ ഇവിടെ കുറേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് തന്നെ ഒബ്ജക്റ്റീവ് വരുന്നല്ല, ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റോക്ക് എന്താണ്, ഫ്ലോ എന്താണ്, സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾസ്, ഫ്ലോയുടെ എക്സാമ്പിൾസ് ഒക്കെ എക്സാമിന് ചോദിച്ചേക്കാം. അപ്പോൾ ഇനി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് 10 ഉണ്ട്, 8 എഴുതണം. 10 എഴുതി വെക്കുക കേട്ടോ, 2 തെറ്റിപ്പോയാലും കുഴപ്പമില്ലല്ലോ. അതുപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് വരുവാണെങ്കിൽ ഗിവ് എനി 2 എക്സാമ്പിൾസ് ഓഫ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ്. മാക്രോ ഇക്കണോമിക്സ് 2nd ചാപ്റ്റർ GDP ആൻഡ് വെൽഫെയർ എന്നുള്ളതിൽ ഒരു പോയിൻ്റ് എക്സ്റ്റേണാലിറ്റീസ് പറയുന്നുണ്ട്. അപ്പോൾ പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആൻഡ് നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് എന്നൊക്കെ ആ GDP ആൻഡ് വെൽഫെയർ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. അതെന്താണ്, GDP ഒരു ഗുഡ് വെൽഫെയർ മെഷർ ആണോ അല്ലയോ, ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്ത്, നിങ്ങളുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ആണ്, യെസ് ഓർ നോ എന്നുള്ള ഒരു ആൻസർ അവിടെ എഴുതണം. അതിന് മാർക്കുണ്ട് കേട്ടോ. നോ ആണെങ്കിൽ വൈ, എസ് ആണെങ്കിൽ വൈ എന്നതിന് എക്സ്പ്ലനേഷനും കൊടുക്കണം. അപ്പോൾ എസ് ഓർ നോ എന്നൊരു ഓപ്ഷൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ എസ് ഓർ നോ എന്താ നിങ്ങളുടെ അഭിപ്രായം അതവിടെ മെൻഷൻ ചെയ്യണം. അതിന് മാർക്കുണ്ട്. ഇത് ഇപ്പോൾ ഇവിടെ നമ്മൾ നോ എന്നാണ് പറയുന്നത്, അതിലൊരു റീസണായിട്ട് പറയുന്നതാണ് എക്സ്റ്റേണാലിറ്റി. ഇപ്പോൾ എക്സ്റ്റേണാലിറ്റി പലതും ആവും. ഇവിടെ വാട്ടർ പൊല്യൂഷൻ എഴുതാം, എയർ പൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഫാക്ടറി ഉള്ള ഒരു സ്ഥലത്തിൻ്റെ വരുമ്പോൾ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയാണ് വരിക. അതുപോലെ ഒരു വേസ്റ്റ് ഡിസ്പോസിങ് സ്ഥലത്തിൻ്റെ അടുത്ത് വരുന്നൊരു ലൊക്കേഷൻ വരുമ്പോൾ അതൊരു നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി. അതേസമയം പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി എന്ന് വരുമ്പോൾ അവിടെ ഒരു സ്കൂൾസ്, കോളേജസ്, അല്ലെങ്കിൽ ഒരു എയർപോർട്ട്, അല്ലെങ്കിൽ റോഡ്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റി ആയിട്ടാണ് അവിടെ വരുന്നത്. ഹോസ്പിറ്റൽ ഇങ്ങനെയൊക്കെ വരുമ്പോൾ അതിന്, അല്ലെങ്കിൽ നല്ല ഹൈവേയുടെ വീതി കൂട്ടി വരുന്നത്, എല്ലാം പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് ആണ്. ആൻഡ് ദെൻ ഇവിടെ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റിയുടെ ഓപ്ഷൻ നിങ്ങൾക്ക് എന്തും എഴുതാം. ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്ന വാട്ടർ പൊല്യൂഷൻ, അല്ലെങ്കിൽ എയർ പൊല്യൂഷൻ, അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ഡിസ്പോസിങ് സെൻറ്ററൊക്കെ നെഗറ്റീവ് ഒരു ഇമ്പാക്റ്റാണ് ആ ഏരിയയിൽ ഉണ്ടാക്കുന്നത്. അതിലേതെങ്കിലും ഒരു 2 എക്സാമ്പിൾ, അതുപോലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഏത് എക്സാമ്പിൾ, ഒരു മദ്യഷാപ്പ് തുടങ്ങുന്നു, അത് ആ ലൊക്കാലിറ്റിയിൽ ചിലപ്പോൾ നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി ആയിരിക്കാം. അങ്ങനെയുള്ള നിങ്ങൾക്ക് ഏതും 2 എക്സാമ്പിൾ എഴുതാം. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എയർപോർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ ബസ് സ്റ്റാൻഡ് തുടങ്ങുന്നു. അപ്പോൾ അതൊക്കെ ഒരു പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റിക്ക് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാം. അത് 12ാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ 4 സെക്ടേഴ്സ് ഓഫ് ആൻ ഇക്കോണമി അക്കോർഡിംഗ് ടു മാക്രോ ഇക്കണോ പോയിന്റ്. ഇത് എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. മാക്രോ ഇക്കണോമിക്സ് 1st ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. മാക്രോ ഇക്കണോ 1st ചാപ്റ്റർ ഹൗസ് ഹോൾഡ്, ഫേം, ഗവൺമെൻറ് ആൻഡ് എക്സ്റ്റേണൽ സെക്ടർ എന്ന് നമ്മൾ പഠിച്ചെഴുതുന്നതാണ് 4 എണ്ണം. അതിൻ്റെ എക്സ്പ്ലനേഷൻ ജസ്റ്റ് ഓർത്തോളൂ, പോയിൻ്റെങ്കിലും പഠിക്കുക.
ചാപ്റ്റർ വൈസ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഞാൻ മൈക്രോൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ഐക്കാർഡിലൊക്കെ അതിൻ്റെ പ്ലേ ലിസ്റ്റൊക്കെ കൊടുക്കാൻ താല്പര്യമുള്ളവരെടുത്ത് കണ്ടോളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയാം, കുട്ടികളെ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് പോവുക, എങ്കിൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ഇത് ജസ്റ്റ് ഞാനിപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് കേൾക്കാൻ വേണ്ടി, ഈ വീഡിയോ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴേക്കും തുറന്നു വെച്ച് കേൾക്കാം, അങ്ങനെ ഞാൻ ഇടുന്നതാണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ് ആൻഡ് സപ്ലൈ കർവ് റിമെയിൻ കോൺസ്റ്റൻറ്റ് വാട്ട് വിൽ ബി ദി ഇഫക്റ്റ് ഓഫ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട്? ഇത് നിങ്ങൾ എപ്പോഴും, അതായത് നമ്മുടെ മൈക്രോ എക്കണോമിക്സ് 5ാമത്തെ ചാപ്റ്ററിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഉള്ളത്. അപ്പോൾ ഡിമാൻഡ് കർവ് സപ്ലൈ കർവ് നിങ്ങൾ ആദ്യം വരച്ച് ഇക്വിലിബ്രിയം മാർക്ക് ചെയ്യുക, ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. എന്നിട്ട് ഇവിടെ ചോദിക്കുന്നത് എന്താ? ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് റൈറ്റ് വേർഡ്, സപ്ലൈ കർവ് റിമെയിൻ. സപ്ലൈ കർവിൽ ഒരു മാറ്റവും ഇല്ല, ഡിമാൻഡ് കർവ് വലതുവശത്തേക്ക് ചേഞ്ച് ആവുന്നു. അപ്പോൾ പഴയ സപ്ലൈ കർവിൽ പുതിയ ഡിമാൻഡ് കർവ് വന്ന് മുട്ടിയപ്പോൾ ഇക്വിലിബ്രിയം പ്രൈസിനും ക്വാണ്ടിറ്റിക്കും എന്ത് സംഭവിച്ചു? ഇവിടെ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി അല്ലെ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഇൻക്രീസ് എന്നാണ് വരിക. അപ്പോൾ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ജസ്റ്റ് ബൈ ഹാർട്ടല്ല, സിംപ്ലി വരച്ച് നോക്കുക. ഡിമാൻഡ് ആൻഡ് സപ്ലൈ കർവ് ആദ്യം വരക്കുന്നു, ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി മാർക്ക് ചെയ്യുന്നു. പിന്നെ ഇവിടെ പറയുന്നു ഡിമാൻഡ് കർവ് വലതുവശത്തേക്ക് ഷിഫ്റ്റ് ആവുന്നു. അപ്പോൾ ഒരു ഡിമാൻഡ് കർവ് വലതുവശത്ത് വരക്കുക. അപ്പം എന്ത് അവിടെ ഇപ്പോൾ ഇക്വിലിബ്രിയം വന്നു, പ്രൈസും ക്വാണ്ടിറ്റി മാർക്ക് ചെയ്യുന്നു. എന്ത് സംഭവിച്ചു? പ്രൈസ് കൂടി, ക്വാണ്ടിറ്റി കൂടി. അത് ജസ്റ്റ് അവിടെ മാർക്ക് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് വരച്ച് നോക്കുക കേട്ടോ. ആൻസർ ഷീറ്റിൽ തന്നെ വരച്ച് നോക്കിക്കോളൂ. പിന്നെ ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഡീവാലുവേഷൻ, റീവാലുവേഷൻ. റീവാലുവേഷൻ മാക്രോ എക്കണോമിക്സ് ലാസ്റ്റ് ചാപ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഡീവാലുവേഷൻ, റീവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഓർക്കുക, ഇത് കോൺഷ്യസ്ലി, ഡെലിബറേറ്റ്ലി, ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ്. അതായത് റെഡ്യൂസ് ദ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കുറയുന്നതാണ് ഡീവാലുവേഷൻ, ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കൂട്ടുന്നതാണ് റീവാലുവേഷൻ. ഇവിടെ എക്സ്ചേഞ്ച് റേറ്റുമായിട്ടും കണക്ഷൻ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സിംപ്ലി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളിത് ഓർത്ത് വെക്കേണ്ട എങ്ങനെ. ഇവിടെ വേറൊരു കാര്യമുണ്ട്. ഈ ഡീവാലുവേഷൻ, റീവാലുവേഷൻ എന്നുള്ള കാര്യം ചെയ്യുന്നത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണ്. അണ്ടർ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഗവൺമെൻറ് കോൺഷ്യസ്ലി, ഡെലിബറേറ്റ്ലി, ബോധപൂർവം ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കുറക്കുന്നത് ഡീവാലുവേഷൻ, കുറയുക ഡീവാലുവേഷൻ, കൂട്ടുന്നത് റീവാലുവേഷൻ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വേറെ ഒന്നുണ്ട്. എന്ത്? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ ഡിപ്രീസിയേഷൻ, എപ്രീസിയേഷൻ വരുന്നുണ്ട്. ഡിപ്രീസിയേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നമ്മുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ തേയ്മാനം എന്ന് കരുതരുത്. ഡിപ്രീസിയേഷൻ, എപ്രീസിയേഷൻ എന്ന് കണ്ടാൽ അത് കറൻസിയുടെ കാര്യമാണ്. അപ്പോൾ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ ഓട്ടോമാറ്റിക്കലി കുറയുന്നു ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിൽ. അങ്ങനെയാകുമ്പോൾ ഡിപ്രീസിയേഷൻ, ഓട്ടോമാറ്റിക്കലി കൂടുന്നത് എപ്രീസിയേഷൻ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ചിലാണ്. ഇത് ഫിക്സ്ഡ് എക്സ്ചേഞ്ചിലാണ് അപ്പോൾ നിങ്ങൾക്ക് മാറിപ്പോവാതിരിക്കാൻ ചെയ്യേണ്ടത് റീവാലുവേഷൻ, ഡീവാലുവേഷൻ. റീവാലുവേഷൻ എന്ന് ഓർക്കുക. റീവാലുവേഷൻ നമ്മൾ ആൻസർ ഷീറ്റ് റീവാലുവേഷൻ കൊടുക്കുന്ന എന്തിനാ? മാർക്ക് കൂടാൻ വേണ്ടി. നമ്മൾ കൊടുത്താലേ കിട്ടുള്ളൂ. അപ്പോൾ ബോധപൂർവം ചെയ്യുന്ന കാര്യമാണ്. അപ്പം ബോധപൂർവം ചെയ്യുന്നത്, കോൺഷ്യസ്ലി ചെയ്യുന്നത് റീവാലുവേഷൻ. അതിൻ്റെ ഓപ്പോസിറ്റ് കുറയുന്നത്, കറൻസിയുടെ വാല്യൂ കുറക്കുന്നത് ഡീവാലുവേഷൻ. അത് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിലാണ്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, അപ്പോൾ നിങ്ങൾ മാക്രോ ഇക്കണോമിക്സ് ചാപ്റ്ററിലെ ഡിപ്രീസിയേഷൻ, എപ്രീസിയേഷൻ, റീവാലുവേഷൻ, ഡീവാലുവേഷൻ എന്നുള്ള ലാസ്റ്റ് ചാപ്റ്റേഴ്സ് നന്നായിട്ടൊന്ന് നോക്കുക. അവിടുന്ന് ക്വസ്റ്റ്യൻ വരും, എക്സ്ചേഞ്ച് റേറ്റിൻ്റെയും ക്വസ്റ്റ്യൻ വരും. ചിലപ്പോൾ ഗ്രാഫ് വരച്ചിട്ട് എക്സ്ചേഞ്ച് റേറ്റ് ഫിക്സ് ചെയ്യുന്നതൊക്കെ മാർക്ക് ചെയ്യാൻ പറയും. സിമ്പിളാണ് കേട്ടോ. സാധാരണ ഡിമാൻഡ് കർവും സപ്ലൈ കർവും വരക്കുന്നത് പോലെ വരക്കുക. അവിടെ നമ്മൾ ക്വാണ്ടിറ്റിയും പ്രൈസും സാധാരണ മൈക്രോ ഇക്കണോമിക്സിൽ മാർക്ക് ചെയ്യുന്നില്ലേ, ആ സ്ഥലത്തെ എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ മാർക്ക് ചെയ്യേ വേണ്ടൂ. കർവൊക്കെ സെയിം തന്നെയാണ്. അപ്പം ആ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, ആ ചാപ്റ്റർ നോക്കുക. ഞാനീ പറയുന്ന കാര്യം നിങ്ങളുടെ ബുക്ക് എടുത്ത് വെച്ച് നോക്കിയിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തത്, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റ് ഇക്കോണമി. മാർക്കറ്റ് ഇക്കോണമി എന്ന് പറയുമ്പോൾ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയാണ് കേട്ടോ. അപ്പോൾ ക്യാപിറ്റലിസം എന്ന് പറയുമ്പോൾ അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പാണ്, പ്രോഫിറ്റ് മോട്ടീവാണ് വരുന്നത്, ഇന്നിക്വാളിറ്റി വരുന്നുണ്ട്, വെൽഫെയറിനൊന്നും വലിയ പ്രാധാന്യമില്ല. അതേസമയം മാർക്കറ്റ് ഇക്കോണമി ക്യാപിറ്റലിസമാണെന്ന് ഓർക്കുക. അതേസമയം ഒരു പ്ലാൻഡ് ഇക്കോണമി എന്ന് പറയുമ്പോൾ അത് സോഷ്യലിസമാണ്. അപ്പോൾ ക്യാപിറ്റലിസം, സോഷ്യലിസം, മിക്സഡ് ഇക്കോണമി എന്നുള്ളതിൻ്റെ ഫീച്ചേഴ്സൊക്കെ മൈക്രോ ഇക്കണോമിക്സിൽ തന്നെ നമ്മൾ ആദ്യ ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെക്കുക. ഇവിടെ മാർക്കറ്റ് ഇക്കോണമി, ക്യാപിറ്റലിസമാണ് ചോദിച്ചു, ചിലപ്പോൾ സോഷ്യലിസം ചോദിച്ചേക്കാം, ചിലപ്പോൾ ഇത് മൂന്നും ചോദിച്ചേക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ആ ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഡീവാലുവേഷൻ, റീവാലുവേഷൻ ചോദിച്ചിരിക്കുന്നത് പോലെ റീവാലുവേഷൻ ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ കൂട്ടുന്നു, ഡീവാലുവേഷൻ കുറയ്ക്കുന്നു, ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. ഇത്രയും ഓർത്താൽ മതി. പിന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ റൈറ്റ് എനി ദ 3 ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. മൈക്രോ ഇക്കണോമിക്സ് സെക്കൻഡ് ചാപ്റ്ററിൽ ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടി, ഇൻഡിഫറൻസ് കർവിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. ഇൻഡിഫറൻസ് കർവ്സ് ആർ കോൺവെക്സ് ടു ദ ഒറിജിൻ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. പിന്നെ ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. ഹയർ ഇൻഡിഫറൻസ് കർവ് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ നൽകും. ഏതെങ്കിലും അതിൽ 3 എഴുതുക. പിന്നെ കംപ്ലീറ്റ് ദ ഫോളോയിങ് എന്ന് പറഞ്ഞിട്ട് ചേഞ്ച് ഇൻ TC ബൈ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ടോട്ടൽ കോസ്റ്റിൽ ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുന്നതിനനുസരിച്ച് ടോട്ടൽ കോസ്റ്റിൽ മാറ്റം വരുന്നത് മാർജിനൽ കോസ്റ്റാണ്. അതുപോലെ ചേഞ്ച് ഇൻ TFC ബൈ Q, AFC ആണ്.
ABC + AFC AC ആണ്. ഇങ്ങനെയുള്ള എല്ലാ ഇക്വേഷൻസും പഠിച്ച് വെക്കണം. ഈ ഇക്വേഷൻ പഠിച്ചാൽ രണ്ട് കാര്യമുണ്ട്. ഇങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ആൻസർ ചെയ്യാം. പിന്നെ നമുക്കൊരു ടേബിൾ തന്നിട്ട് ടേബിൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ആ ടേബിൾ ഫില്ല് ചെയ്യാൻ ചോദിക്കുമ്പോഴും ഇതിൻ്റെ ആൻസർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പോൾ 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ MC, B AFC, അതുപോലെ CAC ആണ്. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് തന്നെ നിങ്ങൾ നോക്കണേ. ABC + AFC AC ആണ്. അതുപോലെ TC ബൈ ക്വാണ്ടിറ്റി എടുക്കുവാണെങ്കിലും AC കിട്ടും. ഇവിടെ ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഇക്വേഷൻ്റെ വ്യത്യസ്ത വേർഷൻസ് എങ്ങനെയൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. അതുപോലെ 18ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ 3 ടൈപ്പ് ഓഫ് ബജറ്റ്. ഈ 3 ടൈപ്സ് ഓഫ് ബജറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ക്യാപിറ്റൽ ബജറ്റ്, റവന്യൂ ബജറ്റ് എന്ന് പോയി എഴുതരുത് കേട്ടോ. 3 ടൈപ്സ് ഓഫ് ബജറ്റ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ബാലൻസ്ഡ് ബജറ്റ്, സർപ്ലസ് ബജറ്റ്, ഡെഫിസിറ്റ് ബജറ്റ് എന്ന രീതിയിലാണ്. അപ്പോൾ റവന്യൂ = എക്സ്പെൻഡിച്ചർ എന്ന് വരുമ്പോൾ ബാലൻസ്ഡ് വരും, റവന്യൂ ഗ്രേറ്റർ ദാൻ വരുമ്പോൾ സർപ്ലസ് വരും, റവന്യൂ എക്സ്പെൻഡിച്ചറിനേക്കാൾ കുറവ് വരുമ്പോൾ ഡെഫിസിറ്റ് വരും. അതാണ് ഉദ്ദേശിക്കുന്നത്. മാറിപ്പോകരുത്. പലരും ക്യാപിറ്റൽ ബജറ്റ്, റവന്യൂ ബജറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി വെക്കും. അതായത് മാക്രോ എക്കണോമിക്സ് 5ാമത്തെ ചാപ്റ്ററിൻ്റെ ആ ഭാഗത്തിലേക്ക് പോയിട്ട് പെട്ടെന്ന് നമ്മൾ അങ്ങനെ ചെയ്തു. പക്ഷേ അതങ്ങനെയല്ല. അവിടെ തന്നെയുള്ള ബാലൻസ്ഡ്, സർപ്ലസ്, ഡെഫിസിറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വാട്ട് ആർ ദ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എൻ ഇക്കോണമി? മൈക്രോ ഫസ്റ്റ് ചാപ്റ്ററാണ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹോം ടു പ്രൊഡ്യൂസ്. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതാണ്. ആ ഏരിയയിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചേക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിച്ചേക്കാം, PPC ചോദിച്ചേക്കാം, PPC വരയ്ക്കാൻ ചോദിച്ചേക്കാം. അങ്ങനെയൊക്കെ ആ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. മൈക്രോ മാക്രോ ഡിഫറൻസ് ചോദിച്ചേക്കാം. പിന്നെ 20ാമത്തെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. ഇഫ് ഇൻവെസ്റ്റ്മെൻറ്റ് റീസസ് ബൈ 200 crores, 200 കോടി ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കുന്നു. MPC 0.2 ആണ്. വാട്ട് വിൽ ബി ദ ഇൻക്രീസ് ഇൻ ടോട്ടൽ ഇൻകം? ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം എക്സാമിന് കേട്ടോ. നിക്ഷേപം 200 കോടി രൂപയായി വർദ്ധിക്കുന്നു. സീമാന്ത ഉപഭോഗം 0.2 ആണെങ്കിൽ മൊത്തം വരുമാനത്തിലുണ്ടാകുന്ന വർധനവ് എന്താണ് എന്ന് ചോദിക്കുമ്പം ഇത്തരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ മൊത്തം വരുമാനത്തിലുള്ള വർധനവ്, അതായത് ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറഞ്ഞാൽ 1/1 - C ഇല്ലേ, മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ 1/1 - C കാണുക. മൾട്ടിപ്ലയർ ഇൻറ്റു ഈ തന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് 200. അപ്പോൾ 1/1 - C ഇൻറ്റു 200 എന്നിടുവാണ് വേണ്ടത്. അപ്പോൾ ആൻസർ 250 കിട്ടുക. മൾട്ടിപ്ലയർ കാണുക. മൾട്ടിപ്ലയറിനെ ഈ തന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കേണ്ടത്. അപ്പം ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് 200 തന്നത്. ആ 200നെ 1/1 - C, 1/1 - C എന്ന് പറയുമ്പോൾ 1/1 - 0.2 എന്ന് കിട്ടും. അപ്പോൾ അതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 250 എന്നുള്ള ആൻസർ കിട്ടും. അതാണ് ആൻസർ. ഇതിങ്ങനെ ഈ പല വർഷങ്ങളിലെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരു ടേബിളിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ MPC കാണാൻ ചോദിച്ചിട്ടുണ്ട്, പിന്നെ APC കാണാൻ ചോദിച്ച കേസുണ്ട്, പിന്നെ മൾട്ടിപ്ലയർ കാണാൻ ചോദിച്ച കേസൊക്കെ അങ്ങനെയുണ്ട്. അതുപോലെ ചേഞ്ച് ഇൻ ഇൻകം ചോദിച്ചു. ഇതൊക്കെ ടേബിളാക്കിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സിംപ്ലി മൾട്ടിപ്ലയർ എന്താണെന്ന് പഠിക്കുക. മൾട്ടിപ്ലയർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കണ്ടു കഴിഞ്ഞാൽ ഇൻകത്തിൽ എത്ര വർധനവ് വന്നു ചോദിക്കുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ മൾട്ടിപ്ലയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? അതായത് ഇൻകത്തിൽ വന്ന വർധനവ്. മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു 100 രൂപ നിക്ഷേപിച്ചാൽ അത് എത്രയായി വർദ്ധിക്കുന്നു, എത്രയായി മൾട്ടിപ്പിൾ ആവുന്നു, അതാണ് മൾട്ടിപ്ലയർ. അപ്പോൾ 1/1 - C എന്നുള്ളത് മൾട്ടിപ്ലയർ ആണ്. അത്ര തവണ ആ മൾട്ടിപ്ലയർ എത്രയാണോ വാല്യൂ കിട്ടുന്നത് അത്ര തവണ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് വർദ്ധിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ അതിട്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത 4 മാർക്സ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ സബ്സ്റ്റിറ്റ്യൂട്ടറി ഗുഡ്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. ഇതൊക്കെ വളരെ സിമ്പിൾ മൈക്രോ എക്കണോമിക്സ് 2nd ചാപ്റ്ററിൽ വരുന്നതാണ്. ഇതിൻ്റെ എക്സാമ്പിൾ ചോദിച്ചേക്കാം. ഗുഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഈച്ച് അതർ, ചായ, കാപ്പി അല്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സുകൾ, ചുരിദാർ, സാരി, ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ടറി ഗുഡ്സ് ആണ്. ഒന്നിന് പകരം മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ യൂസ് ടുഗദർ, ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത്. പെട്രോള്, കാറ്, ഇങ്ക്, പേന, ലോക്ക് ആൻഡ് കീ ഒക്കെ ഷൂ ആൻഡ് സോക്സ് അങ്ങനെയൊക്കെ ഒന്നിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന കോംപ്ലിമെൻ്ററി. മാറിപ്പോകരുത്, ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ 22ാമത്തെ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ഗുഡ്സ് ഇൻക്രീസ്, ഇലാസ്റ്റിസിറ്റി കാണുന്നതാണ്. ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ പഠിച്ച് വെക്കുക. ΔQ/ΔP × P/Q. P/Q എന്നുള്ള Pയും Qവും ആദ്യത്തെ പ്രൈസും ആദ്യത്തെ ക്വാണ്ടിറ്റിയാണ്. ചേഞ്ച് ഇൻ Q, ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, ചേഞ്ച് ഇൻ പ്രൈസ്, പിന്നെ ആദ്യത്തെ പ്രൈസും ആദ്യത്തെ ക്വാണ്ടിറ്റി. മൾട്ടിപ്ലയറിൻ്റെ ഇക്വേഷൻ പഠിച്ച് വെക്കുക, ചെയ്യുക. ഈ 22ാമത്തെ ക്വസ്റ്റ്യനിൽ ഇവിടെ ആൻസറായിട്ട് വരുന്നത് 0.22 ആണ് ആൻസറായിട്ട് വരുന്നത്. ലെസ് ഇലാസ്റ്റിക്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ കംപ്ലീറ്റ് ദ ഫോളോയിങ് സർക്കുലർ ഫ്ലോ ആണ്. സർക്കുലർ ഫ്ലോ കുട്ടികളെ പഠിച്ച് വെച്ചോളും. മാക്രോ എക്കണോമിക്സ് 2nd ചാപ്റ്ററിൽ സർക്കുലർ ഫ്ലോ ആൻഡ് ഇൻകമിന് ഇത് പല വിധത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. ഇവിടെ സർക്കുലർ ഫ്ലോ ഓഫ് ഇൻകം എന്നാണ് ചോദിച്ചത്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക
diagrammatically represent the two-sector macroeconomic model. Diagrammatically represent the two-sector macroeconomic model. Macroeconomicsൻ്റെ two-sector model ഗ്രാഫിൻ്റെ സഹായത്തോടെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞാലും ഈ സർക്കുലർ ഫ്ലോ ആണ് ആൻസർ കേട്ടോ. ഇങ്ങനെ പല വിധത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം, ആൻസർ സെയിം ആണ്. ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം. നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ല എക്സ്ചേഞ്ച് റേറ്റ് ഗ്രാഫിക്കലി ചോദിക്കുന്നത്. എങ്ങനെ ഇത് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യുക? ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിലെ ഡിമാൻഡ് സപ്ലൈ, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിമാൻഡിന് സപ്ലൈക്ക് അനുസരിച്ച് എക്സ്ചേഞ്ച് റേറ്റ് ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിൽ വെച്ച് ഫിക്സ് ചെയ്യപ്പെടുന്നതാണ്. അതിൻ്റെ ഗ്രാഫ് എന്താ? സാധാരണ നമ്മുടെ മൈക്രോ ഇക്കണോമിക്സിൽ ഡിമാൻഡ് കർവും സപ്ലൈ കർവും വരച്ച് ഇക്വിലിബ്രിയം മാർക്ക് ചെയ്തിട്ടില്ല, അതേ ഗ്രാഫ് തന്നെ. പക്ഷേ അവിടെ പ്രൈസ് ക്വാണ്ടിറ്റി എന്ന് എഴുതുന്നതിന് പകരം എന്താ എഴുതുക? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് എഴുതും. അത്രയേ ഉള്ളൂ. പ്രൈസിൻ്റെ അടുത്ത് എക്സ്ചേഞ്ച് റേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യുന്നതാണെന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ബുക്ക് എടുത്ത് നോക്കുക. ഇത് സിമ്പിളാണ്, പക്ഷേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ വാട്ട് ഈസ് GDP ഡീഫ്ലാറ്റർ? മാക്രോ ഇക്കണോമിക്സ് സെക്കൻഡ് ചാപ്റ്ററിലുള്ള ലാസ്റ്റ് പാർട്ടാണ്. GDP ഡീഫ്ലാറ്റർ നോർമൽ GDP ബൈ റിയൽ GDP ഇൻറ്റു 100. 100 ഇടാതെയും ചെയ്യുക കേട്ടോ. 100 ഇട്ടാൽ പെർസെൻറ്റേജ് വരും, 100 ഇട്ടിട്ടില്ലെങ്കിൽ പെർസെൻറ്റേജ് ഇല്ല എന്നേ അർത്ഥമുള്ളൂ. സിമ്പിളാണ്, ഓർത്ത് വെക്കുക, ഒരിക്കലും മറന്നു പോകരുത്. വളരെ പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക്സ് സെക്കൻഡ് ചാപ്റ്റർ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് കേട്ടോ. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പബ്ലിക് ഗുഡ്സ് ആൻഡ് പ്രൈവറ്റ് ഗുഡ്സ്, ഗീവ്സ് എക്സാമ്പിൾസ് ഫോർ ഈച്ച്. അതായത് പബ്ലിക് ഗുഡ്സ്, പ്രൈവറ്റ് ഗുഡ്സ്, പബ്ലിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈവറ്റ് ഗുഡ്സ് പ്രൈവറ്റ് ഫേംസ് അല്ലെങ്കിൽ ബെനിഫിറ്റ് ടു പേയേഴ്സ്, അത് എക്സ്ക്ലൂഡബിൾ ഗുഡ്സ്. അതായത് പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ പേ ആൻഡ് യൂസ് എന്ന് ഓർത്താൽ മതി. പൈസ കൊടുത്താൽ മാത്രം ഉപയോഗിക്കാൻ വേണ്ടി പറ്റുന്നത്. അതായത് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ പൈസ ഉള്ളവന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന, പൈസ ഇല്ലാത്തവന് അതിൻ്റെ ഉപയോഗത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്ന വസ്തുവാണ് പ്രൈവറ്റ് ഗുഡ്സ്. എന്നാൽ എല്ലാവർക്കും പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഗുഡ്സാണ്. പ്രൈവറ്റ് ഗുഡ്സ് പ്രൈവറ്റ് ഫേംസ്, പ്രൈവറ്റ് ഗുഡാണ്. പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ആരെയും എക്സ്ക്ലൂഡ് ചെയ്യുന്നില്ല, അതിൻ്റെ ഉപയോഗത്തിൽ നിന്ന് ആരെയും ഒഴിവാക്കുന്നില്ല, നോൺ എക്സ്ക്ലൂഡബിൾ ആണ്, എല്ലാവർക്കും ഉപയോഗിക്കുക, ഫ്രീ ആയിട്ട് ഉപയോഗിക്കുക. അപ്പം നമ്മുടെ സാധാരണ സ്ട്രീറ്റ് ലൈറ്റ്, പബ്ലിക് ഹൈവേ, റോഡ്, അതൊക്കെ പബ്ലിക് ഗുഡ്സ് ആണ്. അതേസമയം പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ പേ ആൻഡ് യൂസ്, നമ്മുടെ പാർക്കിംഗ് സൗകര്യം അല്ലെങ്കിൽ ഏത് വസ്തുക്കളും നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന എല്ലാം പ്രൈവറ്റ് ഗുഡ്സ് ആണ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന എല്ലാം പബ്ലിക് ഗുഡ്സ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ എഴുതണം. പിന്നെ അടുത്ത് 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻകം ഓഫ് ദ കൺസ്യൂമർ ₹50, ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് 2 ഗുഡ്സ് ₹5 and 10 റെസ്പെക്റ്റീവ്ലി. ബജറ്റ് ലൈൻ ഇക്വേഷൻ എഴുതാൻ ഇതൊരു ക്വസ്റ്റ്യൻ SCയും ചിലപ്പോൾ ഇത് പ്രതീക്ഷിക്കുക കേട്ടോ. ഇൻകം തരുന്നു, ഗുഡ് 1ൻ്റെയും ഗുഡ് 2ൻ്റെയും പ്രൈസ് തരുന്നു. ഗുഡ് 1ൻ്റെ പ്രൈസ് P1, ഗുഡ് 2ൻ്റെ പ്രൈസ് P2, മണി ഇൻകം M. ബജറ്റ് ലൈൻ ഇക്വേഷൻ അറിയാലോ, P1 x1 + P2 x2 = M. അപ്പോൾ ഇവിടെ 5x1 + 10x2 = 50 എന്ന് വരും. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്താ നമ്മൾ എഴുതുക? അപ്പോൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 50 ഈ മണി ഇൻകം ബൈ ₹10 നമ്മൾ എഴുതുന്നു, ₹10. അതുപോലെ അപ്പം 5 കിട്ടും. വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ Y ആക്സിസിൽ മുട്ടുന്ന പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഗുഡ് 2ൻ്റെ വിലയാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ X ആക്സിസിൽ മുട്ടുന്ന പോയിൻ്റാണ്. X ആക്സിസിൽ മുട്ടുന്ന പോയിൻ്റ് എന്ന് പറയുമ്പോൾ മണി ഇൻകം M/P1. ഇവിടെ ഇത് 5 മാർക്കിനാണ് ചോദിച്ചത്. ചിലപ്പോൾ ഇത് SC ആയിട്ട് ചോദിച്ചേക്കാം കേട്ടോ. എങ്ങനെ ബജറ്റ് ലൈൻ വരക്കാം? ബജറ്റ് ലൈൻ്റെ ഷിഫ്റ്റ് മണി ഇൻകം വർദ്ധിക്കുമ്പോൾ M/P1, M/P2, അല്ലെങ്കിൽ സ്ലോപ്പ് -P1/P2, ഈ കാര്യങ്ങളൊക്കെ അടങ്ങിയൊരു വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. വേണ്ടവർക്ക് എടുത്ത് നോക്കാം കേട്ടോ. ബജറ്റ് ലൈൻ വരക്കുന്ന ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം എക്സാമിന്. പിന്നെ അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ മാർക്കറ്റ് ഇക്വിലിബ്രിയം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം, കാൽക്കുലേറ്റ് ഇക്വിലിബ്രിയം പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഫ്രം ദി ഇക്വേഷൻ ഗിവൺ ബിലോ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് മൈക്രോ ഇക്കണോമിക്സ് 5ാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ വരുന്നതാണ്. 28ാമത്തെ നമ്മുടെ മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഡിമാൻഡ് കർവും സപ്ലൈ കർവും വരക്കുന്നു, ഇക്വിലിബ്രിയം മാർക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ ഒരു ഇക്വേഷൻ തന്നിട്ട് അത് സോൾവ് ചെയ്യാൻ ഡയഗ്രാം ഇങ്ങനെയാണ്. ഡിമാൻഡ് കർവ് സപ്ലൈ കർവും വരക്കുന്നു, ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്, കൂട്ടിമുട്ടുന്ന പോയിൻറ്റിന് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും ഇക്വിലിബ്രിയം പ്രൈസും നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി ഇവിടെ വാല്യൂ തന്നിട്ടുണ്ട്. QD, അതായത് ക്വാണ്ടിറ്റി ഡിമാൻഡ് = 400 - P, 400 - P, QS = 200 + P. അപ്പോൾ നമ്മൾ എന്താ എഴുതുക? അറ്റ് ദി ഇക്വിലിബ്രിയം പോയിൻറ്റ് QD = QS എന്ന് എഴുതുക. QD = QS, 400 - P = 200 + P. അങ്ങനെ അത് നമ്മൾ സോൾവ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഇവിടെ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതായത് ഇക്വിലിബ്രിയം പ്രൈസ് എത്രയാണ്, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി എത്രയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ പ്രൈസ് 100 എന്ന് കിട്ടും, ക്വാണ്ടിറ്റി 300 300 എന്ന് കിട്ടും. അത് സിമ്പിൾ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. മൈക്രോ ഇക്കണോമിക്സ് 5ാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം എല്ലാ വർഷവും ഇത് ചോദിക്കും. ഇവിടെ ഇത് 5 മാർക്കിനാണ്. ഗ്രാഫും സോൾവ് ചെയ്യാനും ചോദിച്ചത്. ചിലപ്പോൾ ഇതിങ്ങനെ ഇക്വേഷൻ തന്നെ സോൾവ് ചെയ്യാൻ മാത്രം 2 മാർക്കിനും ചോദിക്കാറുണ്ട്. വർഷങ്ങളായി റിപ്പീറ്റ്
റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇക്വിലിബ്രിയം പ്രൈസ് 100, ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി 300 എന്നാണ് കിട്ടുന്നത്. എങ്ങനെ സോൾവ് ചെയ്താലും അങ്ങനെ തന്നെ കിട്ടും. ഇനി 29ാമത്തെ വാട്ട് ഈസ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇൻ 2 സെക്ടർ ഇക്കോണമി, എക്സ്പ്ലെയിൻ ദ കോമ്പണൻസ് ഓഫ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ആഗ്രിഗേറ്റ് ഡിമാൻഡ് AD, മൈക്രോ ഇക്കണോമിക്സിൽ ഇൻഡിവിജ്വൽ ഡിമാൻഡ് പറയുന്നത് മാക്രോ ഇക്കണോമിക്സിൽ AD ആഗ്രിഗേറ്റ് ഡിമാൻഡ്. അപ്പോൾ 2 സെക്ടർ ഇക്കോണമി ആണെങ്കിൽ AD is equal to C+I, കൺസംഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് രണ്ടെണ്ണം എഴുതുക. അല്ല 3 സെക്ടർ ആണെങ്കിൽ അല്ലെങ്കിൽ അതിന് 4 സെക്ടർ ഓപ്പൺ ഇക്കോണമി ഒക്കെ വരുമ്പോൾ AD is equal to C+I + G + X - M എന്ന് എഴുതുക. അത് ഒന്ന് മാത്രം എഴുതുക, രണ്ടും എഴുതുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് എഴുതുന്നു. അതെന്താ, സി എന്താണ് കൺസംഷൻ, I ഇൻവെസ്റ്റ്മെൻറ്റ്, X എക്സ്പോർട്ട്, G ഗവൺമെൻറ് ഡിമാൻഡ്, M ഇമ്പോർട്ടാണ് എന്നുള്ളത് എന്താണെന്നുള്ളത് ഓരോന്നും അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോഴാണ് 5 മാർക്കാണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് എഴുതണം. ഇക്വേഷൻ എഴുതുന്നു, സോൾവ് ചെയ്യുന്നു. എന്തായാലും അത് ഗ്രാഫ് വരക്കാൻ പറയുകയാണെങ്കിൽ ആ ഗ്രാഫ് ഒന്ന് വരച്ച് കാണിക്കുക. AS കർവ് നമ്മുടെ ഡിമാൻഡ് സപ്ലൈ കർവും വരച്ചിട്ട് നമ്മുടെ X ആക്സിസും Y ആക്സിസും വരച്ചിട്ട് അതിൻ്റെ 45 ഡിഗ്രി ലൈനിൽ വരക്കുന്ന AS കർവ്, പിന്നെ AD കർവ് കുറച്ച് മുകളിൽ നിന്ന് Y ആക്സിസും തുടങ്ങുന്നത് AD AS കർവ്. അതായത് നമ്മുടെ മാക്രോ ഇക്കണോമിക്സ് 4ാമത്തെ ചാപ്റ്റർ മുതൽ നമ്മൾ AD ആൻഡ് AS കർവ് പഠിക്കുന്നുണ്ട്. ആ AD AS കർവ് എങ്ങനെ വരക്കാം, ADയും ASും കൂട്ടിമുട്ടുന്ന പോയിന്റിന് ഒരു പേരുണ്ട്, ഇഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ള. അതെല്ലാം നോക്കി വരക്കുക. അതാണ് ഒരു മാക്രോ ഇക്കണോമിക്സിലെ ഇക്വിലിബ്രിയം പോയിന്റ്, ഇക്വിലിബ്രിയം ഇൻകം ഫിക്സ് ചെയ്യുന്ന പോയിന്റ്, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ഔട്ട്പുട്ട് ഫിക്സ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ADയും AS കർവും കൂട്ടിമുട്ടുന്ന പോയിന്റാണ്. മൈക്രോയിൽ സപ്ലൈ കർവും ഡിമാൻഡ് കർവും കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ ആഗ്രിഗേറ്റ് സപ്ലൈ കർവും ആഗ്രിഗേറ്റ് ഡിമാൻഡ് കർവും ASും ADയും കൂട്ടിമുട്ടുന്ന പോയിന്റ്. അപ്പോൾ അത് നമ്മൾ വരച്ച് നോക്കണം, മനസ്സിലാക്കണം. ഇവിടെ ഇക്വേഷൻ ഓരോ ആഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് CIE, അല്ല ഓപ്പൺ ഇക്കോണമി 3 സെക്ടർ ഇക്കോണമി വരുമ്പോൾ CIG + X - M ഓരോന്നും എന്താണെന്ന് എഴുതുക. ഇനി വാട്ട് ഈസ് GDP, എക്സ്പ്ലെയിൻ ദ ഇൻകം മെത്തേഡ്. മാക്രോ ഇക്കണോമിക്സ് 2nd ചാപ്റ്ററിലുള്ളതാണ്. GDP എന്താണ്, ഇൻകം മെത്തേഡും ഔട്ട്പുട്ട് മെത്തേഡും എക്സ്പെൻഡിച്ചർ മെത്തേഡും എല്ലാം മൂന്ന് മെത്തേഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക. ഇവിടെ ഒരു മെത്തേഡേ ചോദിച്ചിട്ടുള്ളൂ. essay ആയിട്ട് ചോദിക്കുമ്പോൾ 3 മെത്തേഡും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കാൻ സാധ്യതയുണ്ട്. അതും ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്. മാക്രോ ഇക്കണോമിക്സ് 2nd ചാപ്റ്റർ വളരെ വളരെ കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. നന്നായിട്ട് പഠിക്കുക. അതുപോലെ 3rd ചാപ്റ്ററും. ഇനി നമ്മുടെ essayയിലേക്ക് വരികയാണെങ്കിൽ 8 മാർക്കിൻ്റെ essay 31ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ലോ വേരിയബിൾ പ്രൊപ്പോർഷൻ വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാം, എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ AP ആൻഡ് MP. AP, TP, MP എല്ലാത്തും എങ്ങനെയാണ് വരക്കുക. ലോ വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻക്രീസിങ് റിട്ടേൺ, ഡിമിനിഷിങ് റിട്ടേൺ, നെഗറ്റീവ് റിട്ടേൺ എന്നുള്ള 3 സ്റ്റേജസ് എഴുതിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഗ്രാഫ് വരക്കുക, വേണമെങ്കിൽ ഡാറ്റയും എഴുതി കൊടുക്കുക. മൈക്രോ ഇക്കണോമിക്സ് എന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. മൈക്രോ ഇക്കണോമിക്സ് 3rd 4th ചാപ്റ്ററൊക്കെ പ്രാധാന്യമുള്ളതാണ്. 3ാമത്തെ ചാപ്റ്റർ നല്ലോണം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് മൈക്രോ ഇക്കണോമിക്സിൽ. 4ാമത്തെ ചാപ്റ്ററും ഇതുപോലെ പ്രധാനപ്പെട്ടത്. 4-5 ചാപ്റ്റർ വരെ നമുക്ക് പഠിക്കാനുള്ളൂ. 4ാമത്തെ ചാപ്റ്ററിലാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. ഇക്വിലിബ്രിയം കണ്ടീഷൻ വരക്കുന്നത്. ഇക്വിലിബ്രിയത്തിൻ്റെ പല ഗ്രാഫ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത്, നോർമൽ പ്രോഫിറ്റ്, ചിലവർ ലോസും ഒക്കെ വരച്ച് നോക്കാറുണ്ട്. നിങ്ങൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഇവിടെ വരക്കുക, അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റ് കിട്ടുന്നത് വരയ്ക്കുക. അപ്പോൾ അവിടെ നമ്മൾ MC വരക്കണം, AVC വരക്കണം, AC വരക്കണം, പിന്നെ MR കർവ് വരക്കണം. അത് മൈക്രോ ഇക്കണോമിക്സ് 4ാമത്തെ ചാപ്റ്ററിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഏരിയ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ 3 കണ്ടീഷൻ, MC is equal to MR, MC cut MR from below. 3ാമത്തെ കണ്ടീഷൻ, പ്രൈസ് is equal to greater than AVC in the short run, AC in the long run എന്നുള്ള ആ 3 കണ്ടീഷനും പഠിക്കുക. ഇതിപ്പോൾ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത് നിങ്ങൾ മനസ്സിലാവുന്നില്ല എന്നൊന്നും പറയണ്ട. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് തന്നെ നോക്കുക. ഈ പറയുന്ന ഏരിയ ഞാൻ ചാപ്റ്റർ പറയുന്നുണ്ട്. മൈക്രോ ഇക്കണോമിക്സ് 4ാമത്തെ ചാപ്റ്റർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ള ഏരിയയിൽ ഫീച്ചേഴ്സ് പോയിന്റ് ഇട്ട് നമുക്ക് കാണും. അത് പഠിക്കുക. ഗ്രാഫും വരച്ച് പഠിക്കുക. ഇത് നിർബന്ധമായും പഠിക്കേണ്ടതാണ്. ഇത് ഏതെങ്കിലും ഒരു വിധത്തിൽ ക്വസ്റ്റ്യൻ വരും. 5 മാർക്കോ essay ഏതെങ്കിലും ഒരു വിധത്തിൽ വരും. ഈ 3 essayയിൽ നിന്ന് ഏതെങ്കിലും 1-2 essay ആവർത്തിക്കാനും സാധ്യതയുണ്ട് കേട്ടോ മാർച്ച് എക്സാമിനും. അതായത് ലോ വേരിയബിൾ പ്രൊപ്പോർഷൻ, അല്ലെങ്കിൽ പിന്നെ ഇത് GDP കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ, പിന്നെ സെൻട്രൽ ബാങ്ക്. ഇവിടെ എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്കാണ് ചോദിച്ചത്. മണി ആൻഡ് ബാങ്കിങ് എന്നുള്ള ചാപ്റ്ററിൽ ചിലപ്പോൾ നമ്മളോട് കൊമേഴ്ഷ്യൽ ബാങ്ക് ചോദിച്ചേക്കാം, അല്ലെ വേറെ പിന്നെ സെൻട്രൽ ബാങ്കിൻ്റെ മോണിറ്ററി പോളിസി ചോദിച്ചേക്കാം. ഇവിടെ മോണിറ്ററി പോളിസി വീണ്ടും ചോദിച്ചിട്ടുണ്ട് ഈ മോഡൽ എക്സാമിന്. സെൻട്രൽ ബാങ്കിൻ്റെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI എന്നായിരിക്കും. RBIയുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്, എക്സ്പ്ലെയിൻ ദ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ബൈ സെൻട്രൽ ബാങ്ക് ടു കൺട്രോൾ മണി സപ്ലൈ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇവിടെ സിംപ്ലി നിങ്ങൾ പഠിച്ച മോണിറ്ററി പോളിസി അങ്ങ് എഴുതി വെക്കുക. സമ്പദ്ഘടനയിലെ പണപ്രദാനം നിയന്ത്രിക്കുന്നതിനായി കേന്ദ്ര ബാങ്ക് ഉപയോഗിക്കുന്ന അളവുപരവും ഗുണപരവുമായ
ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ്. നമ്മൾ ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ CRR, SLR എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? അതിൽ സ്പെസിഫിക്കായിട്ട് നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ ഫങ്ഷൻസ് ഓഫ് RBI നിങ്ങൾക്ക് അറിയാമല്ലോ. നോട്ട് ഇഷ്യൂ ചെയ്യുന്നു, ബാങ്കുകളുടെ ബാങ്കാണ്, പിന്നെ അഡ്വൈസർ ടു ദ ഗവൺമെൻറ് ആണ്, ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ടാണ്. അങ്ങനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ RBIയുടെ ഫങ്ഷൻസ് കൃത്യമായി ഓർത്ത് വെക്കുക. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷനുമായി മാറിപ്പോകരുതേ. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫങ്ഷൻ പ്രൈമറി, സെക്കൻഡറി, ടേഴ്ഷ്യറി അല്ലെങ്കിൽ പ്രൈമറി, സെക്കൻഡറി ഡെവലപ്മെൻറ്റൽ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് വേറെ തന്നെ ഓർത്ത് വെക്കണം. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് മോണിറ്ററി പോളിസി ഏതൊക്കെയാണ് RBIയുടെ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൻ്റെ അറിയില്ല, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കൂ. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോമൺ ആയിട്ട് എല്ലാം ഒന്നിച്ച് പഠിച്ചവർ ഓർക്കുക. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ബാങ്ക് റേറ്റ്, CRR, SLR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ, ഇതുപോലുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സാണ്. അപ്പോൾ ഇത് സൈഡ് ഹെഡിങ് കൊടുത്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബാങ്ക് റേറ്റ് ഇൻഫ്ലേഷൻ സമയത്ത് എന്ത് ഇൻക്രീസ് ചെയ്യുന്നു, ഡീഫ്ലേഷൻ സമയത്ത് ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ CRRും SLRും സെപ്പറേറ്റ് ടൈറ്റിൽ കൊടുത്തിട്ട് ഇൻഫ്ലേഷൻ സമയത്ത് ഇൻക്രീസ് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഇൻഫ്ലേഷൻ സമയത്ത് സെയിൽ ചെയ്യുന്നു, ഡീഫ്ലേഷൻ സമയത്ത് പർച്ചേസ് ചെയ്യുന്നു ഷെയർസ് ആൻഡ് സെക്യൂരിറ്റീസ്. അതായത് ഈ 4 ടൈറ്റിലും കൊടുത്തിട്ട് ഇൻഫ്ലേഷൻ സമയത്ത് RBI എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഡീഫ്ലേഷൻ സമയത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള എക്സ്പ്ലനേഷൻ കൊടുക്കും. അതിൻ്റെ ഒരു സമ്മറി ടേബിളൊക്കെ ഉണ്ട്. ഞാൻ എവിടെയോ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോ സെർച്ച് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ബുക്ക് എടുത്ത് നോക്കൂ. ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ക്വാളിറ്റേറ്റീവ് മെഷേഴ്സായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റുന്നത് മോറൽ സുവേഷൻ, പീനൽ ആക്ഷൻ, പണിഷ്മെൻറ്റ്, പബ്ലിസിറ്റി, ഡയറക്റ്റ് ആക്ഷൻ, ഇതൊക്കെ എഴുതാം. അതായത് നമ്മൾ നയപരമായ ഉപദേശങ്ങൾ കൊടുക്കുന്നു, പിന്നെ പബ്ലിസിറ്റി കൊടുക്കുന്നു, പിന്നെ നമ്മൾ പണിഷ്മെൻറ്റ്, പീനൽ ആക്ഷൻ കൊടുക്കുന്നു. ഇതൊക്കെ ഗുണപരമായ അല്ലെങ്കിൽ നയപരമായി നടത്തുന്ന അല്ലെങ്കിൽ ഗുണപരമായ പോളിസീസാണ് RBIയുടെ. അപ്പോൾ ഗുണപരമായ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ മോറൽ സുവേഷൻ, SUASION ആണ്. മോറൽ സുവേഷൻ, പബ്ലിസിറ്റി, പീനൽ ആക്ഷൻ, പണിഷ്മെൻറ്റ്, ഇതൊക്കെ ഗുണപരമായ അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവാണ്. ക്വാണ്ടിറ്റേറ്റീവാണ് ബാങ്ക് റേറ്റ്, SLR, CRR, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനൊക്കെ. ഇനി ഇതൊന്ന് നിങ്ങൾക്ക് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ജനറലായി എല്ലാം എഴുതി വെക്കുക. പറ്റുന്നവർ ഈ ടൈറ്റിൽ എഴുതിയിട്ട് തന്നെ എഴുതി വെക്കുക. ഓക്കെ. സാധാരണ മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ നിങ്ങൾ എഴുതും. ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ചോദിക്കുമ്പോൾ ചിലവർക്ക് ടെൻഷനാണ്. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പഠിച്ചത് അവിടെ എഴുതി വെക്കുക, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ കാറ്റഗറൈസ് ചെയ്തിട്ട് എഴുതുക. പിന്നെ എപ്പോഴും നമ്മുടെ എക്കണോമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കോംപ്ലിക്കേറ്റഡായി തോന്നും, സ്വാഭാവികമാണ്. പക്ഷേ 2-3 തവണ വായിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആൻസർ തന്നെ ആയിരിക്കും. നിങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഹൈലി വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് മാക്രോ എക്കണോമിക്സിലെ 2, 3, 5 മാക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് 2, 3, 4, 5 എല്ലാം പ്രാധാന്യമുള്ളതാണ്. മൈക്രോന്നും മാക്രോന്നും 50 മാർക്കിലധികം ക്വസ്റ്റ്യൻ വരും. നമുക്ക് 40 പിന്നെ ഓപ്ഷൻ അടക്കമാണ് കൂട്ടുന്നത്. നമുക്ക് 80 മാർക്കിന് എഴുതുന്നുണ്ട്. മാക്സിമം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ആവശ്യമുള്ളവർക്ക് മറ്റ് വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തേക്കാം, വേണ്ടുന്നവർക്ക് എടുത്ത് നോക്കാം. ഞാൻ ഏകദേശം ചാപ്റ്റർ വൈസ് എല്ലാ കാര്യവും പറയുന്നുണ്ട് മുൻ വർഷങ്ങളിൽ. ആവശ്യമുള്ളവർക്ക് നോക്കാം.